മക്കളെ, പാണ്ഡവരുടെ അജ്ഞാതവാസകാലം അവസാനിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ, ബലരാമൻ, വിരാടരാജാവ്, ദ്രുപദൻ, വസുദേവൻ, സാത്യകി, പ്രദ്യുമ്നൻ എന്നിവർ ഒത്തുകൂടി പാണ്ഡവർക്ക് ദുര്യോധനൻ പിടിച്ചു വച്ചിട്ടുള്ള അവരുടെ പാതിരാജ്യം വാങ്ങിക്കൊടുക്കുന്നതിനെക്കുറിച്ച്, അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനായി കൗരവരുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കണമെന്ന് പൊതുവായ ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. ദ്രുപദൻ ഒരു പുരോഹിതനെ ഹസ്തിനപുരത്തേക്ക് അയക്കുകയും ചെയ്തു. ദ്രുപദ മഹാരാജാവിൻ്റെ അഭിപ്രായപ്രകാരം ഒരു സമാധാനപരമായ തീരുമാനത്തിന് കൗരവർ വഴങ്ങുന്നില്ലെങ്കിൽ യുദ്ധം അനിവാര്യമായി വരും. അപ്പോൾ മറ്റു രാജാക്കന്മാരുടെ സഹായം കൂടി തേടിവെക്കണം. അതിനിപ്പോൾ തന്നെ ദൂതന്മാരെ അയക്കണമെന്ന് ഒരു തീരുമാനം അദ്ദേഹം അറിയിച്ചു. അതെല്ലാവരും അംഗീകരിച്ചു. അതിൻ പ്രകാരം യുധിഷ്ഠിരൻ ഓരോ രാജ്യത്തേക്കും ദൂതന്മാരെ അയച്ചു. ശ്രീകൃഷ്ണൻ്റെയും യാദവ സൈന്യത്തിൻ്റെയും സഹായം ആവശ്യപ്പെടാനായി അർജുനൻ തന്നെ പോയി. ഇതറിഞ്ഞ് ദുര്യോധനനും ഇതേ ആവശ്യവുമായി ദ്വാരകയിൽ എത്തി. ഇരുവരും ശ്രീകൃഷ്ണനെ കണ്ടു. കൃഷ്ണൻ്റെ തീരുമാനപ്രകാരം യുദ്ധസന്നദ്ധരായ നാരായണസേനയെ ദുര്യോധനനും യുദ്ധം ചെയ്യുകയോ ആയുധം കയ്യിലെടുക്കുകയോ ചെയ്യാത്ത ശ്രീകൃഷ്ണനെ അർജുനനും സ്വീകരിച്ചു. ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ തൻ്റെ സാരഥിയായിരിക്കണമെന്ന അർജുനൻ്റെ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ചു. രണ്ടുപേരും കൃഷ്ണനെ പിരിഞ്ഞ് മടങ്ങുകയും ചെയ്തു. പക്ഷേ ദുര്യോധനൻ പോയത് ബലരാമനെ കണ്ട് യുദ്ധത്തിനുള്ള സഹായം ആവശ്യപ്പെടാനായിരുന്നു. ഗദായുദ്ധത്തിൽ അഗ്രഗണ്യനായ തൻ്റെ ശിഷ്യനെ കണ്ടപ്പോൾ ബലരാമന് വലിയ സന്തോഷമായി. അയാളെ ആലിംഗനം ചെയ്തുകൊണ്ട് ബലരാമൻ ആഗമനോദ്ദേശം ചോദിച്ചു. ബലരാമൻ യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിൽക്കണമെന്ന് ദുര്യോധനൻ അപേക്ഷിച്ചു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ്റെ തീരുമാനങ്ങളെ തനിക്ക് തള്ളിക്കളയാനാവില്ല. അയാളുടെ തീരുമാനം ഇങ്ങനെയായതിനാൽ ഞാൻ ഇരുപക്ഷത്തെയും സഹായിക്കില്ല. നിഷ്പക്ഷനായി നിൽക്കാനേ എനിക്ക് കഴിയൂ. ഗുരുവിൻ്റെ തീരുമാനമറിഞ്ഞ് ദുര്യോധനൻ നിരാശ തോന്നിയെങ്കിലും അയാൾ ഗുരുവിനെ വണങ്ങി ഹസ്തിനപുരത്തേക്ക് മടങ്ങിപ്പോയി. പാണ്ഡവരുടെ ദൂതുമായി പോയ ചിലർ മാദ്രദേശത്ത് എത്തി. ഈ രാജ്യം ബാഹ്ലീകം എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. അവിടെയുള്ളവരെ പല സന്ദർഭങ്ങളിലും വ്യാസൻ ബാഹ്ലീകർ എന്ന് വിളിക്കാറുണ്ട്. മാദ്രത്തിലെ രാജാവായിരുന്നു ശല്യർ. ദൂതുമായി പോയവർ അദ്ദേഹത്തെ കണ്ട് യുദ്ധത്തിന് സഹായം ആവശ്യപ്പെട്ടു. വിവരമറിഞ്ഞപ്പോൾ തന്നെ സഹായം വാഗ്ദാനം ചെയ്യുകയും സ്വയം യുദ്ധത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ബാഹ്ലീക സൈന്യത്തെ മുഴുവൻ പാണ്ഡവർക്ക് വിട്ടുകൊടുക്കാമെന്ന് ശല്യർ സമ്മതിക്കുകയും ചെയ്തു. മാദ്രരാജ്യത്തെ രാജകുമാരിയും ശല്യരുടെ സഹോദരിയുമായ മാദ്രി പാണ്ഡുവിൻ്റെ പത്നിയും നകുല സഹദേവന്മാരുടെ മാതാവുമായിരുന്നുള്ള എന്നുള്ള കാര്യം ഓർമ്മിക്കുമല്ലോ. യുദ്ധത്തിൽ സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, അപ്പോൾ തന്നെ ശല്യർ പാണ്ഡവരെ കാണുവാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും താവളമടിച്ച് വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. ശല്യർ പാണ്ഡവരെ സഹായിക്കാൻ പുറപ്പെട്ട വിവരം മനസ്സിലാക്കിയ ദുര്യോധനൻ ശല്യർക്കും സൈന്യത്തിനും താമസിക്കുവാനും ഉല്ലസിക്കുവാനും വേണ്ട ഏർപ്പാടുകൾ ചെയ്തിരുന്നു. രാജാവ് എത്തിച്ചേരുന്നിടത്തെല്ലാം വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിച്ചതിനാൽ ശല്യർ അവിടുത്തെ സേവകരെ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. ഈ ഒരുക്കങ്ങളെല്ലാം യുധിഷ്ഠിരൻ ആരെ കൊണ്ടാണ് ചെയ്യിച്ചത്? അവരെ വിളിക്കൂ, അവർക്കെല്ലാം എന്തെങ്കിലും പാരിതോഷികം നൽകണം. യുധിഷ്ഠിരനെ ഇക്കാര്യത്തിൽ പ്രശംസിക്കുക തന്നെ വേണം. സേവകന്മാർ ഉടൻ തന്നെ വിവരം ദുര്യോധനനെ അറിയിച്ചു. അവർ ചെയ്ത ഒരുക്കങ്ങളെല്ലാം ശല്യർക്കിഷ്ടമായി എന്നറിഞ്ഞ ദുര്യോധനൻ ശല്യരുടെ അടുത്തേക്ക് എത്തി. ദുര്യോധനനാണ് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തത് എന്നറിഞ്ഞ് ശല്യർ ദുര്യോധനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഒരുക്കി തന്ന താങ്കൾക്ക് വേണ്ടി എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്?
എന്തും ചോദിച്ചുകൊള്ളൂ, അതെല്ലാം ഞാൻ സാധിച്ചു തരാം. ദുര്യോധനൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങുമായി എന്നും നിലനിൽക്കുന്ന സൗഹൃദമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അങ്ങ് ചെയ്യേണ്ടതില്ല. ഒരു പക്ഷേ പാണ്ഡവരുമായി യുദ്ധം അനിവാര്യമായി വന്നാൽ അങ്ങ് കൗരവപക്ഷത്തെ സഹായിക്കണം. ആ സ്ഥാനത്തിരുന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരണം. അങ്ങനെ ഒരു മോഹം എനിക്കുണ്ട്. ശല്യർ പറഞ്ഞു, അതിനെന്താ, ഇത്രയൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യമെങ്കിലും ഞാൻ ചെയ്യേണ്ടതല്ലേ? നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ദുര്യോധനൻ പറഞ്ഞു, അങ്ങ് ഇതിലേറെ ഒന്നും ചെയ്തു തരേണ്ടതില്ല. ഇത് തന്നെ കൗരവർക്ക് ലഭിച്ച ഒരു വലിയ വരമാണ്. അപ്പോൾ ശല്യർ പറഞ്ഞു, ദുര്യോധന, ഞാൻ യുധിഷ്ഠിരനെ കാണാൻ പുറപ്പെട്ടതാണ്. അയാളെ കണ്ട ശേഷം ഹസ്തിനപുരത്തേക്ക് മടങ്ങിയെത്തിക്കൊള്ളാം. ഇത് കേട്ട് ദുര്യോധനൻ ശല്യരോട് യാത്ര പറഞ്ഞ ഹസ്തിനപുരത്തേക്ക് തിരിച്ചുപോയി. ശല്യർ മത്സ്യരാജ്യത്തെത്തി പാണ്ഡവരെ കണ്ടു. സഹോദരിയുടെ പുത്രന്മാരായ നകുലനെയും സഹദേവനെയും കാണണമെന്ന് അദ്ദേഹം വളരെയേറെ ആഗ്രഹിച്ചു. യുദ്ധത്തിൽ സഹായവുമായി എത്തിയ ശല്യരെ പാണ്ഡവർ സകല ബഹുമതികളോടും കൂടി എതിരേറ്റു. നകുലനെയും സഹദേവനെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, നിങ്ങൾ വനവാസകാലം പൂർത്തിയാക്കിയതും അജ്ഞാതവാസം വിജയകരമായി നിർവഹിച്ചതും വളരെയേറെ സന്തോഷം തരുന്ന കാര്യമാണ്. രാജ്യഭാരം ഒരു വലിയ ചുമതലയാണ്. എന്തെങ്കിലും ഒരു കാരണത്താൽ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ നേരിടേണ്ടി വരുന്ന ദുഃഖങ്ങൾക്ക് ഒരു കണക്കുമില്ല. എന്തായാലും എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്ത് ആ കാലം നിങ്ങൾ പൂർത്തിയാക്കിയല്ലോ. യുധിഷ്ഠിര, നീ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ്. നിന്റെ ദുരിതകാലമെല്ലാം അവസാനിച്ചുവല്ലോ. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. തുടർന്ന് ദുര്യോധനനുമായി ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ച് ശല്യർ യുധിഷ്ഠിരനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അതും നന്നായി. അങ്ങ് കൗരവപക്ഷത്ത് ചേർന്നത് നമുക്ക് ഗുണകരമാക്കിയെടുക്കണം. കാരണം അങ്ങ് മനസ്സുകൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ അവിടെ അങ്ങയ്ക്ക് ചിലത് ചെയ്യുവാൻ കഴിയും. അങ്ങ് യുദ്ധത്തിൽ ശ്രീകൃഷ്ണന് സമനാണ്. യുദ്ധമുണ്ടായാൽ കൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായിരിക്കും. അതുപോലെ അവിടെ അങ്ങ് കർണൻ്റെ തേർതെളിക്കേണ്ടി വരും. കർണാർജുനന്മാർ യുദ്ധത്തിൽ മുഖാമുഖം വന്നാൽ അങ്ങ് അർജുനൻ്റെ പക്ഷത്തു നിന്ന് കർണനെ നിർവീര്യനാക്കണം. അതിലൂടെ വിജയം പാണ്ഡവർ പക്ഷത്തിന് ആക്കിത്തരണം. ശല്യർ അത് സമ്മതിച്ചു. യുധിഷ്ഠിര, കൗരവർ എന്നെ യുദ്ധത്തിൽ കൃഷ്ണന് തുല്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കർണൻ്റെ സാരഥിയായി ഇരിക്കേണ്ടി വരും. അർജുനൻ ഞങ്ങൾക്ക് നേരെ വരുമ്പോഴെല്ലാം ഓരോ കൊള്ളിവാക്കുകൾ കൊണ്ട് കർണനെ ഞാൻ നിർവീര്യപ്പെടുത്താം. എൻ്റെ വാക്കുകൾ കൊണ്ട് അവൻ്റെ മനസ്സിനെ ഞാൻ മുറിപ്പെടുത്തും. അപ്പോൾ അയാളെ നിങ്ങൾക്ക് വേഗത്തിൽ വധിക്കാൻ കഴിയും. യുധിഷ്ഠിര, എനിക്കറിയാം, ശകുനിയുടെ ചതിയിൽപ്പെട്ട് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവസരത്തിൽ ആ സൂതപുത്രൻ ഏതെല്ലാം വിധത്തിൽ ദ്രൗപദി അധിക്ഷേപിച്ചു. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും അവൻ രാജ്ഞിയായ ദ്രൗപദിയോട് കാണിച്ചില്ല. എന്നിട്ടും സർവ്വതും സഹിച്ച് ധർമ്മശാലിയായ നീ ക്ഷോഭിച്ചില്ല. പലരും നിന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ നീ ദീക്ഷിച്ച ക്ഷമ ധർമാനുസാരിയായ ഒരു മഹാത്മാവിൻ്റേതാണ്. അതിനെ എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നീട് നിങ്ങൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. രാജാവേ, അതൊന്നും സാരമില്ല. ഇന്ദ്രദേവനും ഇന്ദ്രാണിയും എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ചു, മഹാരാജാവേ, എന്താണ് ഇന്ദ്രനും പത്നിയും അനുഭവിച്ച ദുരിതങ്ങൾ? എന്തായിരുന്നു അതിനുള്ള കാരണം? ശല്യർ പറഞ്ഞു, ആ കഥ ഞാൻ പറയാം. പണ്ട് ത്വഷ്ടാവ് എന്നൊരു പ്രജാപതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ദ്രനുമായി കലഹിച്ചു. ആ കലഹത്തിൽ ഇന്ദ്രനോട് പകരം ചോദിക്കാൻ പ്രജാപതി ഒരു പുത്രന് ജന്മം നൽകി. ആ ബാലന് 3 തലകളുണ്ടായിരുന്നു. അതിൽ ഒരു മുഖം കൊണ്ട് ആ ബാലൻ വേദങ്ങൾ പഠിച്ചു. 2ാമത്തെ മുഖം കൊണ്ട് അമൃതം പാനം ചെയ്തു. 3ാമത്തെ മുഖം കൊണ്ട് ഈ പ്രപഞ്ചമെല്ലാം വിഴുങ്ങിക്കളയും എന്ന ഭാവത്തിൽ ദിക്കുകളെ ക്രൂരമായി നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ആ ബാലൻ ധർമ്മിഷ്ഠനും മഹാപണ്ഡിതനും ശാന്തശീലനും സത്യനിഷ്ഠയുള്ളവനും ആയിരുന്നു. ആ ബാലൻ്റെ ശക്തിയും ഗുണഗണങ്ങളും കണ്ടപ്പോൾ ഇന്ദ്രന് ഭയമായി. തൻ്റെ ഇന്ദ്രപദം തൃശിരസ് തട്ടിയെടുക്കുമോ എന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു. അതിനാൽ ഇവൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് ഇവനൊരു സാധാരണ മനുഷ്യനായി തീരണമെന്ന് ഇന്ദ്രൻ ആഗ്രഹിച്ചു. അതിനായി കുറേ അപ്സര സ്ത്രീകളെ ഇന്ദ്രൻ നിയോഗിച്ചു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച തൃശിരസിനോട് അപ്സരസുകളുടെ പ്രലോഭനങ്ങളൊന്നും തന്നെ ഫലിച്ചില്ല. അവർ നിരാശരായി മടങ്ങി വന്ന് ഇന്ദ്രനോട് പറഞ്ഞു, പ്രഭോ, അദ്ദേഹം ജിതേന്ദ്രിയനാണ്.
ഞങ്ങളുടെ ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. കോപിഷ്ഠനായി തീർന്ന ഇന്ദ്രൻ ത്രിശിരസിന് നേരെ വജ്രായുധം പ്രയോഗിച്ചു. അതേറ്റ് ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടി നിലം പൊത്തുന്നതുപോലെ ത്രിശിരസ് നിലം പതിച്ചു. ഇതോടെ താൻ രക്ഷപ്പെട്ടുവെന്ന് ചിന്തയോടെ ഇന്ദ്രൻ ദേവലോകത്ത് വന്ന് താമസിച്ചു. ത്രിശിരസിൻ്റെ മരണവിവരമറിഞ്ഞ് ത്വഷ്ടാവ് കോപത്താൽ കത്തിജ്വലിച്ചു. മകനെ കൊന്ന ഇന്ദ്രനോട് പകരം വീട്ടാൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി ത്വഷ്ടാവ് ദേഹശുദ്ധിയൊക്കെ വരുത്തി ഹോമകുണ്ഡം ജ്വലിപ്പിച്ചു. ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ സമർപ്പിച്ചു. ആ അഗ്നിയിൽ നിന്ന് ത്വഷ്ടാവ് ഒരു രാക്ഷസനെ സൃഷ്ടിച്ചു. വൃത്രൻ എന്നായിരുന്നു അവൻ്റെ പേര്. ആ അസുരൻ നിമിഷനേരം കൊണ്ട് ആകാശം മുട്ട വളർന്നു നിന്നു. അയാൾ ത്വഷ്ടാവിനോട് പറഞ്ഞു, ആജ്ഞാപിച്ചാലും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ത്വഷ്ടാവ് പറഞ്ഞു, നീ ദേവേന്ദ്രനെ വധിക്കണം. ഇത് കേട്ട് വൃത്രാസുരൻ ദേവലോകത്തെത്തി ഇന്ദ്രനുമായി യുദ്ധം ആരംഭിച്ചു. വളരെ നാൾ ആ യുദ്ധം നീണ്ടു നിന്നു. ഒടുവിൽ വൃത്രാസുരൻ ദേവേന്ദ്രനെ പിടിച്ച് വിഴുങ്ങി. ഇന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടി ദേവന്മാർ കോട്ടുവായെ സൃഷ്ടിച്ചു. അപ്പോൾ മുതൽ വൃത്രൻ നിരന്തരം കോട്ടുവായ ഇടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ ഒരവസരത്തിൽ ദേവേന്ദ്രൻ സ്വന്തം ശരീരം ചുരുക്കി വൃത്രാസുരൻ കോട്ടുവായിടാൻ വേണ്ടി വാ തുറന്നപ്പോൾ വേഗം പുറത്തു വന്നു. വീണ്ടും അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ത്വഷ്ടാവിൻ്റെ തപോബലവും ശക്തിയും ലഭിച്ച വൃത്രാസുരനെ എതിരിടാൻ കഴിയാതെ ദേവേന്ദ്രൻ രാജ്യം വിട്ട് ഓടി. ഇതറിഞ്ഞ് ദേവന്മാർ വളരെയേറെ ദുഃഖിച്ചു. ഇന്ദ്രൻ താപസന്മാരെ കണ്ട് ഉപദേശം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ദേവന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആയുധങ്ങൾ ഒന്നും അവൻ്റെ മുന്നിൽ വിലപ്പോവില്ല. നമുക്ക് വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കണ്ട് അപേക്ഷിക്കാം. താപസന്മാരും ദേവന്മാർക്കൊപ്പം ചേർന്ന് ദേവേന്ദ്രനെ കൂട്ടി വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിനെ കണ്ട് വണങ്ങി നിന്നു. വിഷ്ണു ഇവരുടെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇന്ദ്രനോട് അന്വേഷിച്ചു. ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഇത്രകാലവും അങ്ങയുടെ സംരക്ഷണയിൽ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഇപ്പോൾ വൃത്രാസുരൻ ദേവലോകം കീഴടക്കി ലോകമാകെ വ്യാപിച്ചു നിൽക്കുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരഭയം. മഹാവിഷ്ണു പറഞ്ഞു, വൃത്രാസുരനെ വധിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇന്ദ്രൻ്റെ ഒപ്പം നിങ്ങൾ ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും എല്ലാം ചേർന്ന് അവനെ നല്ല വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിക്കണം. ആ സമയത്ത് ഞാൻ അദൃശ്യനായി ഇന്ദ്രൻ്റെ വജ്രായുധത്തിൽ പ്രവേശിക്കും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ അവനെ വധിക്കുവാൻ കഴിയും. വിഷ്ണുവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് അവർ ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ വൃത്രാസുരനെ കണ്ടു പറഞ്ഞു, വീര, നീ സർവ്വവ്യാപിയായ ഒരു ശക്തിയാണ്. എന്നിട്ടും ഇന്ദ്രനെ നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ശത്രുത മൂലം ദേവന്മാരും അസുരന്മാരും അനുഭവിക്കുന്ന കഷ്ടതകൾ നിരവധിയാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ മൈത്രിയിലാകണം. വൃത്രൻ പറഞ്ഞു, താപസന്മാരെ, നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ മാന്യമായ ഒരു സ്ഥാനമാണുള്ളത്. അതിനാൽ ഞാൻ പറയുന്ന കാര്യം സാധിച്ചു തന്നാൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. എന്നെ ഇന്ദ്രനോ ദേവന്മാരോ ഉണങ്ങിയതോ നനഞ്ഞതോ ആയ വസ്തുക്കൾ കൊണ്ടോ പാറയോ തടിയോ ആയുധമോ ശരങ്ങളോ കൊണ്ടോ രാത്രിയിലോ പകലോ വധിക്കാൻ കഴിയരുത്. എങ്കിൽ ഞാൻ ഇന്ദ്രനുമായി മൈത്രിയിൽ കഴിയാം. ആ വ്യവസ്ഥ എല്ലാവരും അംഗീകരിച്ചു. വൃത്രന് സന്തോഷമായി. ഇന്ദ്രനും സന്തോഷിച്ചുവെങ്കിലും വൃത്രനെ വധിക്കുവാനുള്ള പദ്ധതികൾ ഇന്ദ്രൻ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം വൃത്രൻ കടൽക്കരയിൽ നിൽക്കുന്നത് ഇന്ദ്രൻ കണ്ടു. അപ്പോൾ സന്ധ്യാസമയമായിരുന്നു. ഇന്ദ്രൻ ചിന്തിച്ചു, ഇപ്പോൾ പകലുമല്ല രാത്രിയുമല്ല. ഈ അവസരം ഉപയോഗിച്ച് ഈ അസുരനെ വധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അതിന് കഴിയില്ല. അപ്പോൾ ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. ഈ സമയത്ത് കടലിൽ നിന്നും ശക്തിയായി നുര ഉയരുന്നത് ഇന്ദ്രൻ കണ്ടു. ഈ നുര ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല. ഈ നുരകൾ ഒരു ആയുധവുമല്ല. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ എറിഞ്ഞു. അയാൾ വീണുപോയി. അപ്പോൾ ആ നുരയ്ക്കുള്ളിൽ ആവേശിച്ചിരുന്ന വിഷ്ണുവിൻ്റെ ശക്തി വൃത്രാസുരൻ്റെ കഥ കഴിച്ചു. വൃത്രാസുരൻ്റെ മരണം ആശ്വാസമായെങ്കിലും നേരത്തെ ത്രിശിരസിനെ വധിച്ചതിലൂടെ ഉണ്ടായ ബ്രഹ്മഹത്യാപാപവും ഇപ്പോൾ വൃത്രാസുരനോട് കാണിച്ച വിശ്വാസവഞ്ചനയും ഇന്ദ്രൻ്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. ഈ പാപചിന്തയാൽ മനസ്വസ്ഥത നഷ്ടപ്പെട്ട് ഇന്ദ്രൻ ദേവലോകം ഉപേക്ഷിച്ച് കടലിനടിയിൽ പോയി ഒളിച്ചു. ഇന്ദ്രൻ അപ്രത്യക്ഷനായതോടെ ഭൂമിയാകെ വരണ്ടുണങ്ങി. വൃക്ഷലതാദികൾ വാടിക്കരിഞ്ഞു. പക്ഷിമൃഗാദികൾ ചത്തുവീണുകൊണ്ടിരുന്നു. മഹർഷിമാരാകെ വിഷമത്തിലായി. ദേവന്മാർ പരിഭ്രാന്തരായി. അവരെ സഹായിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥ സംജാതമായി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.